നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യമനിലെ സൈനിക നീക്കങ്ങളെ ചൊല്ലി സൗദി അറേബ്യയും യുഎഇയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമാകുന്നു. സദേൺ ട്രാൻസിഷണൽ കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ യുഎഇയുടെ സമ്മർദ്ദമാണെന്നും ഇത് സൗദിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 മണിക്കൂറിനകം സൈന്യത്തെ പിൻവലിക്കാൻ സൗദി യുഎഇയോട് ആവശ്യപ്പെട്ടു. യമനിൽ ഹൂത്തി വിരുദ്ധ പോരാട്ടത്തിൽ സഖ്യകക്ഷികളായിരുന്ന സൗദി അറേബ്യയും യുഎഇയും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തെക്കൻ യമനിൽ സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ അഥവാ STC നടത്തുന്ന പുതിയ സൈനിക വിന്യാസങ്ങളാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ഈ നീക്കങ്ങൾ യുഎഇയുടെ നേരിട്ടുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. പ്രത്യേകിച്ച് ഹദർമൌത്ത്, അൽ മഹറ എന്നീ ഗവർണറേറ്റുകളിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സൗദി അറേബ്യയുടെ അതിർത്തി സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതാണ്. അയൽരാജ്യമായ യമനിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതും സ്വന്തം സുരക്ഷയെ വെല്ലുവിളിക്കുന്നതുമായ ഒരു നീക്കവും അനുവദിക്കില്ലെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ എന്നത് തങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത റെഡ് ലൈൻ ആണെന്നാണ് സൗദിയുടെ പക്ഷം. 24 മണിക്കൂറിനുള്ളിൽ യമനിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സൗദി യുഎഇക്ക് കർശന നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. റിയാദ് കരാറിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക മാർഗമല്ല മറിച്ച് രാഷ്ട്രീയ ചർച്ചകളാണ് വേണ്ടതെന്നും സൗദി ഓർമ്മിപ്പിച്ചു. സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യത്തിന് ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങൾ നല്ലതല്ലെന്നും സൗദി പറഞ്ഞു. യമനിൽ സൗദി നടത്തുന്ന സമാധാന ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ യുഎഇക്ക് ശക്തമായ സന്ദേശമാണ് രാജ്യം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ യമനിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അതേസമയം യമനിൽ സൈനിക പിന്മാറ്റം പ്രഖ്യാപിച്ച യുഎഇ വിഘടനവാദ ഗ്രൂപ്പായ STCയെ യുഎഇ സഹായിക്കുന്നതിൽ സൗദി അറേബ്യ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് നീക്കം. യമനിൽ സർക്കാർ 90 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യമനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷികളായ സൗദിക്കും യുഎഇക്കുമിടയിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ദക്ഷിണ യമനിൽ സമാന്തര ഭരണം ലക്ഷ്യമിടുന്ന സദേൺ ട്രാൻസിഷണൽ കൌൺസിലിന് യുഎഇ നൽകുന്ന പിന്തുണ സൗദി അറേബ്യയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സഖ്യസേനയ്ക്കുള്ളിലെ ഭിന്നത പരസ്യമാകുകയും ചെയ്തു. മേഖലയിൽ അതീവ ജാഗ്രതയും 90 ദിവസത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യമൻ ഗവൺമെന്റ്. മക്കല്ല തുറമുഖത്ത് യുഎഇയിൽ നിന്നെത്തിയ കപ്പലുകളിൽ വിഘടനവാദികൾക്കുള്ള ആയുധങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ശക്തമായ ആക്രമണമാണ് നടത്തിയത്. 24 മണിക്കൂറിനകം യമനിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കണമെന്ന കർശനമായ നിർദ്ദേശം സൗദിയും യമനും യുഎഇക്ക് നൽകി. ഇതിനു പിന്നാലെയാണ് യുഎഇ തങ്ങളുടെ സൈനികരെ തിരിച്ചുവിളിക്കാൻ തീരുമാനിച്ചത്. യമൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ യുഎഇ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സൗദി ഉയർത്തുന്നത്. ഹൂതികൾക്കെതിരെ ഒന്നിച്ചു പോരാടിയ സഖ്യകക്ഷികളാണ് സൗദിയും യുഎഇയും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിലെ സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ മാരകമായ ലിജിയോണേഴ്സ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട്. ക്ലാരൻസ് സ്ട്രീറ്റ്, വിൻയാർഡ് സ്റ്റേഷൻ പരിസരങ്ങളിലുമായി ബന്ധപ്പെട്ട 4 കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. കൂടുതൽ പേരിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് ചിന്നു ജെറാൾഡ്. സിഡ്നിയിൽ 4ാമത്തെ വ്യക്തിക്ക് കൂടി മാരകമായ ലീജിയനേഴ്സ് അസുഖം ബാധിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഒരുതരം മാരകമായ ന്യൂമോണിയാണ് ഇത്. ബാക്ടീരിയയാണ് രോഗകാരി. അതിസൂക്ഷ്മ ജലത്തുള്ളികൾ ശ്വസിക്കുന്നതിലൂടെയാണ് രോഗാണു ശ്വാസകോശത്തിൽ പ്രവേശിക്കുന്നത്. ബാക്ടീരിയ ശ്വാസകോശത്തിൽ പ്രവേശിച്ച് 2 മുതൽ 10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടും. ആദ്യം ജലദോഷമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. പെട്ടെന്നായിരിക്കും ഗുരുതരമായ ന്യൂമോണിയായി മാറുക. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. സിഡ്നിയിൽ രോഗം സ്ഥിരീകരിച്ച 4 പേരും പരസ്പരം ബന്ധമുള്ളവരല്ല. വലിയ കെട്ടിടങ്ങളിലെ എസിക്ക് ഉപയോഗിക്കുന്ന കൂളിംഗ് ടവറിലെ ജലബാഷ്പത്തിൽ നിന്നായിരിക്കും രോഗം പകർന്നതെന്ന് സംശയിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ ബാക്ടീരിയ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ജലത്തിൽ ഈ ബാക്ടീരിയ പെട്ടെന്ന് പെറ്റുപെരുകും. കുടിക്കുന്ന ജലത്തിൽ ബാക്ടീരിയ ബാധിച്ചാലും അത് അത്ര അപകടകരമല്ല. പക്ഷേ ശ്വാസകോശത്തിൽ പ്രവേശിച്ചാൽ ഇവ കടുത്ത ന്യൂമോണിയയ്ക്ക് ഇടയാകും. 50 വയസ്സിന് മുകളിലുള്ളവരും പുകവലി ശീലമുള്ളവരും മറ്റ് ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ശക്തമായ പനി, ചുമ, വിറയൽ, ശ്വാസതടസ്സം, ശരീരവേദന, ക്ഷീണം, വയറിളക്കം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഓസ്ട്രേലിയയ്ക്ക് യാത്ര ചെയ്യുന്നവരും ഈ രോഗത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ അസുഖം പകരില്ല എന്നത് ആശ്വാസകരമാണ്.
ഓസ്ട്രേലിയയിൽ നിന്നും 24 വേണ്ടി ചിനു ജെറാഡ്. പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ ആഘോഷങ്ങൾ ഒരുക്കി ബഹ്റൈൻ. രാജ്യത്തെ പ്രധാന 8 സ്ഥലങ്ങളിൽ നാളെ കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഷോയും നടക്കും. പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ ഗംഭീര ആഘോഷങ്ങളാണ് ബഹ്റൈൻ ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്കും താമസക്കാർക്കും കാഴ്ചയുടെ ഉത്സവം ഒരുക്കുന്ന പ്രത്യേക കരിമരുന്ന് പ്രയോഗമാണ് ആഘോഷങ്ങളിലെ ഹൈലൈറ്റ്. ഇതിനു പുറമെ മറ്റ് നിരവധി വിനോദ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡ്രോൺ, തത്സമയ വിനോദ പരിപാടികൾ, ഫുഡ് സ്റ്റോളുകൾ, ഗെയിമുകൾ തുടങ്ങിയവയും പുതുവത്സരാഘോഷങ്ങളെ സമ്പന്നമാക്കും. രാജ്യത്തെ 8 പ്രധാന സ്ഥലങ്ങളിലായി 31-ാം തീയതി അർദ്ധരാത്രി ആഘോഷങ്ങൾ നടക്കും. ഇവിടെയെല്ലാം പൊതുജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. അവന്യൂസ് ബഹ്റൈൻ, ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെന്റർ, ബഹ്റൈൻ ഹാർബർ, സീഫ് ഡിസ്ട്രിക്ട്, 4 സീസൺസ് ബിൽഡിംഗ്, മറാസി അൽ ബഹ്റൈൻ, ബഹ്റൈൻ ബേ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആഘോഷങ്ങൾ നടക്കുന്നത്. കൂടാതെ മനാമയിലെ ഷെയ്ഖ് ഹമദ് പാലത്തിനും ഷെയ്ഖ് ഇസാ ബിൻ സൽമാൻ പാലത്തിനും ഇടയിലുള്ള ഭാഗത്തും വെടിക്കെട്ട് സജ്ജീകരിക്കും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുഗമമായ ആഘോഷങ്ങൾക്കായി ട്രാഫിക് സുരക്ഷാ ക്രമീകരണങ്ങളും അധികൃതർ കർശനമാക്കിയിട്ടുണ്ട്. 24 ബഹ്റൈൻ. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം നേട്ടത്തിന്റെ നെറുകയിൽ. തുടർച്ചയായ 5-ാം വർഷവും സ്കൈ ട്രാക്സിന്റെ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു. ലോകത്തിലെ മുൻനിര വിമാനത്താവള എയർലൈൻ റേറ്റിംഗ് ഓർഗനൈസേഷനായ സ്കൈട്രാക്സിന്റെ 5 സ്റ്റാർ റേറ്റിംഗ് തുടർച്ചയായി 5-ാം വർഷമാണ് ബഹ്റൈൻ എയർപോർട്ടിന് ലഭിക്കുന്നത്. ഈ അംഗീകാരം വിമാനത്താവളത്തിന്റെ സ്ഥിരതയുള്ള മാനദണ്ഡങ്ങളെയും അസാധാരണമായ സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് BAAയുടെ ഓപ്പറേറ്ററും മാനേജിംഗ് ബോഡിയുമായ ബഹ്റൈൻ എയർപോർട്ട് കമ്പനി അറിയിച്ചു. തുടർച്ചയായ 5-ാം വർഷവും വിമാനത്താവളത്തിന്റെ 5 സ്റ്റാർ റേറ്റിംഗ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മുഴുവൻ ജീവനക്കാർക്കും അഭിമാനകരമാണെന്ന് BAC സിഇഒയും എയർപോർട്ട് ഓപ്പറേഷൻ മേധാവിയുമായ അഹമ്മദ് മുഹമ്മദ് ജനാഹി പറഞ്ഞു. ലോകോത്തര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന കൂട്ടായ ശ്രമങ്ങളിലൂടെ എയർലൈൻസ് പങ്കാളികൾ, സേവനദാതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള വിമാനത്താവള ജീവനക്കാരുടെ സമർപ്പണവും ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രാദേശിക അന്തർദേശീയ വ്യോമയാന മേഖലയിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹ്റൈന്റെ തുടർച്ചയായ ശ്രമങ്ങളെയും വ്യോമയാന ടൂറിസം സംരംഭങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. 24 ബഹ്റൈൻ. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ തൃശൂരിലെ ഏറ്റവും വലിയ പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പിന്റെ പ്ലേ യാസ 20,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലും 100-ലധികം ത്രില്ലിംഗ് ഗെയിമുകളോടും കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. 13 ഇൻഡോർ ത്രിൽ റൈഡുകളും ND സിനിമാ തിയേറ്റർ തുടങ്ങിയ നിരവധി പ്രത്യേകതകളോടും കൂടിയാണ് പ്ലേ യാസ ആരംഭിച്ചിരിക്കുന്നത്. നടി പേളി മാണിയാണ് പ്ലേ സോൺ ഉദ്ഘാടനം ചെയ്തത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ്, അഷറർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിയാസ് അഹമ്മദ്, ഹൈലൈറ്റ് മാൾ സിഇഒ മുഹമ്മദ് ഫവാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് നിക്ഷേപ തട്ടിപ്പിൽ വെളിപ്പെടുത്തലുമായി ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനി ഡയറക്ടേഴ്സ്. സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ ജ്വല്ലറി തട്ടിപ്പ് കേസ് പ്രതി കോടികൾ കവർന്നെന്ന വെളിപ്പെടുത്തൽ. തങ്ങളും തട്ടിപ്പിനിരയായെന്ന് ഡയറക്ടേഴ്സ് പറഞ്ഞു. 300ഓളം നിക്ഷേപകരിൽ നിന്ന് കോടികളാണ് തട്ടിയെടുത്തത്. ഇന്നെവിറ്റബിൾ എന്ന മാർക്കറ്റിംഗ് കമ്പനിക്ക് കീഴിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുക എന്ന പേരിൽ നൂറുകണക്കിന് ആളുകളിൽ നിന്നായി കോടികളാണ് നിക്ഷേപമായി സ്വീകരിച്ചത്. ചിലയിടങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചെങ്കിലും അടച്ചുപൂട്ടി. നിക്ഷേപകർക്ക് ലക്ഷങ്ങൾ നഷ്ടമായി. കമ്പനി ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ തങ്ങളും കബളിപ്പിക്കപ്പെട്ടു എന്നാണ് ഡയറക്ടേഴ്സ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഈ കമ്പനിയിൽ വന്നതിൻ്റെ പേരിൽ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാരണം ഞങ്ങളിതിൽ വഞ്ചിക്കപ്പെട്ടതാണ്. മലപ്പുറത്തുള്ള ഷോപ്പുകൾ കൊണ്ടുപോകണം, പെരുന്തമണ്ണുള്ള ഷോപ്പുകൾ കൊണ്ടുപോകണം, അങ്ങനെ പറഞ്ഞ് പലതും തെറ്റിദ്ധരിപ്പിച്ചു. ഇതിൻ്റെ പിന്നിൽ ഇത്രത്തോളം ഒരു സ്കാം ഒളിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വലിയൊരു ഗുണ്ടാ സംഘത്തിന് കൂടെയാണ് ഇപ്പോൾ ഇവൻ്റെ നടപ്പം. അപ്പോൾ ഞങ്ങളന്ന് കുറച്ച് പേര് പോയ സമയത്ത് ഇവൻ്റെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ പ്രതിയായ താനൂർ ഏഴൂർ സ്വദേശി ജയചന്ദ്രനാണ് തട്ടിപ്പിന് പിന്നിലെന്ന് ഡയറക്ടേഴ്സ് പറയുന്നു. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഡയറക്ടേഴ്സും നിക്ഷേപകരും പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയത്തിൽ സൗദിയിലെ അൽഖോബാർ റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 15ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. 3 സെക്ടറുകളിൽ നിന്നായി 300ഓളം പേർ മത്സരിച്ച സാഹിത്യോത്സവത്തിൽ 324 പോയിന്റ് നേടി ഷമാലിയ സെക്ടർ ഓവറോൾ ചാമ്പ്യന്മാരായി. നാടും
വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയത്തിലായിരുന്നു ഈ വർഷത്തെ സൗദിയിലെ അൽഖോബ റിസാല സ്റ്റഡി സർക്കിൾ കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 15ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവം. സോൺ ചെയർമാൻ ഷമാലുദ്ദീൻ തെരുവത്തിന്റെ അധ്യക്ഷതയിൽ ICF ചാപ്റ്റർ തസ്കിയ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഉലൂമിയാണ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത്. തുക്കുബ സിറ്റി, ബയോണിയ, ഷമാലിയ എന്നീ 3 സെക്ടറുകളിൽ നിന്നായി 300ഓളം മത്സരാർത്ഥികൾ തമ്മിലായിരുന്നു ആവേശം നിറച്ച മത്സരങ്ങൾ. 15ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ മത്സരങ്ങൾ പൂർണ്ണമായപ്പോൾ 324 പോയിന്റ് നേടി ഷമാലിയ സെക്ടർ സാഹിത്യോത്സവിലെ ഓവറോൾ ചാമ്പ്യന്മാരായി. 277 പോയിന്റ് നേടി തുക്കുമ സിറ്റി സെക്ടർ 2ാം സ്ഥാനവും 219 പോയിന്റ് നേടി ബയോണിയ സെക്ടർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി ഷമാലിയ സെക്ടറിലെ ഹല്ലാജ് അസഹരിയെയും സർഗപ്രതിഭയായി ബയോണിയ സെക്ടറിലെ ഹസീന ഹാദിയെയും തെരഞ്ഞെടുത്തു. വൈകിട്ട് നടന്ന സാംസ്കാരിക സംഗമം ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ സെക്രട്ടറി PTM ആനക്കര ഉദ്ഘാടനം ചെയ്തു. കിസ്സപ്പാട്ട്, കത്തുപാട്ട് തുടങ്ങി വ്യത്യസ്ത പാട്ടുകളുടെ ആലാപനങ്ങൾ സംഗമത്തിന്റെ മാറ്റുകൂട്ടി. RSC സൗദി ഈസ്റ്റ് നാഷണൽ സെക്രട്ടറി നൌഫൽ അഹ്സനി സന്ദേശ പ്രഭാഷണം നടത്തി. OICC റീജിയണൽ പ്രസിഡന്റ് EK സലീം, KMCC തുക്കുബ പ്രസിഡന്റ് ഒമർ ഓമശ്ശേരി, നവോദയ സാംസ്കാരിക സെക്രട്ടറി ജ്യോതിഷ് സുബൈർ ഉദ്നൂർ, മാധ്യമം പ്രതിനിധി സാബു മേലതിൽ, ICF പ്രതിനിധി ബഷീർ പാടിയിൽ തുടങ്ങി വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നേതാക്കൾ 15ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവിന് ആശംസകൾ നേർന്നു. സുബൈർ ഉദ്നൂർ, 24 ദമാം. ജിദ്ദയെ മാപ്പിളകലയുടെ ആവേശത്തിലാഴ്ത്തി വനിതാ KMCC സംഘടിപ്പിച്ച ചായൽ 2025 ഒപ്പന മത്സരം സമാപിച്ചു. മത്സരത്തിൽ മലപ്പുറം ജില്ലാ KMCC ജേതാക്കളായി. 7 പ്രമുഖ ടീമുകൾ മാറ്റുരച്ച മത്സരം കാളികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ജിദ്ദയുടെ സാംസ്കാരിക മേഖലയിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് വനിതാ KMCCയുടെ ചായൽ 2025 സമാപിച്ചത്. മൈലാഞ്ചുമഞ്ചും മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളും ഒത്തുചേർന്ന വേദിയിൽ മലപ്പുറത്തിന്റെ പെരുമ വിളിച്ചോതി മലപ്പുറം ജില്ലാ KMCC ഒപ്പന മത്സരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കി. യുവജനോത്സവ വേദികളിലെ ആവേശം ഒട്ടും ചോരാതെ ഒപ്പനയെ അതിന്റെ തനത് ശൈലിയിൽ അവതരിപ്പിക്കാൻ ടീമുകൾക്കായി. മലബാർ അടുക്കള, ഈവ, ഇശൽ, ഫിനോം, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് എന്നീ 7 ടീമുകളാണ് ഫൈനൽ വേദിയിൽ വാശിയോടെ മാറ്റുരച്ചത്. ഫിനോം ജിദ്ദ 2ാം സ്ഥാനവും കോഴിക്കോട് ജില്ലാ KMCC 3ാം സ്ഥാനവും നേടി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സംഗീത വിരുന്നിൽ ഫിറോസ് ബാബു, ഷഹജാൻ മലപ്പുറം, അനീഷ്, അൻവർ തിരൂരങ്ങാടി എന്നിവർ ചേർന്ന് ഇശലുകളുടെ പൂക്കാലമാണ് വേദിയിലൊരുക്കിയത്. ആരംഭത്തോളും കൊഞ്ചൻ കാതിർ മൂക്കം മാറും കണ്ട് നേരുമ്പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വീരിഞ്ഞാതിലൂറും തേനൊന്ന് കൂടിച്ചിടുമാ. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് മുംതാസ് പാലോളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ KMCC നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിലെ ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സാന്റാക്ലോസും ക്രിസ്മസ് കാരളും കലാവിരുന്നും സംഗീത നിശയും ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. ഡോക്ടർ ജോ വർഗീസ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. ജലകേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ മീലാറ്റൂർ അധ്യക്ഷത വഹിച്ചു. താഹ കൊല്ലേത്ത്, ഹനീഫ മുന്നിയൂർ, ഹർഷാദ് അമ്പയക്കുന്നമ്മേൽ എന്നിവർ സംസാരിച്ചു. അന്തരിച്ച ചലച്ചിത്ര താരം ശ്രീനിവാസന് ആദരാഞ്ജലി അർപ്പിച്ചു. ജലയുടെ 2026 അംഗത്വ ക്യാമ്പയിൻ ഡോക്ടർ ലിൻ അനീഷിന് അംഗത്വം നൽകിക്കൊണ്ട് രക്ഷാധികാരി താഹ കൊലേത്ത് നിർവഹിച്ചു. ജല കലണ്ടറിന്റെ പ്രകാശനം ജബ്ബാർ പാലക്കാട്, സാദിഖ് പരപ്പനങ്ങാടി എന്നിവർക്ക് നൽകി സലാം കൂട്ടായി നിർവഹിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടക്കുന്ന മെഗാ മിഡ്നൈറ്റ് ഓഫറുകൾ ജനുവരി 3 വരെ നീട്ടി. പുതുവത്സര തലേന്ന്
രാത്രി 7 മുതൽ പുലർച്ചെ 2 മണി വരെ നടത്താൻ പ്രഖ്യാപിച്ച മെഗാ ഷോപ്പിംഗ് ആഘോഷമാണ് നീട്ടിയത്. ഡിസംബർ 31 പുറമെ ഡിസംബർ 1, 2, 3 തീയതികളിലും മിഡ് നൈറ്റ് ഓഫറുകൾ ലഭിക്കും. ഈ ദിവസങ്ങളിലെല്ലാം രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ഓഫറുകൾ ഉണ്ടാകും. ഗ്രോസറി, വീട്ടുപകരണങ്ങൾ, ഫ്രഷ് ഫുഡ്, ഫാഷൻ, ഇലക്ട്രോണിക്സ് തുടങ്ങി മുഴുവൻ കാറ്റഗറികളിലും ഉൽപ്പന്നങ്ങൾക്ക് വൻ ഇളവുകൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം സൗദിയിൽ ലുലു ആദ്യമായി അവതരിപ്പിച്ച മിഡ് നൈറ്റ് മെഗാ ഓഫറുകൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇത്തവണത്തെ മിഡ് നൈറ്റ് ഡീലുകൾ കൂടുതൽ വിപുലമാക്കിയാണ് ലുലു ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. തൃശൂർ മറ്റത്തൂർ കൂറുമാറ്റ വിവാദത്തിൽ അനുനയത്തിന് തയ്യാറായി കോൺഗ്രസ് വിമതൻ. റോജി എം ജോൺ MLA വിമതരുമായി ചർച്ച നടത്തി. അതിനിടെ മറ്റത്തൂരിൽ നടന്നത് അനീതിയെന്ന് തൃശൂർ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. തൃശൂർ DCCയെ വെല്ലുവിളിച്ച് വിമതപക്ഷം കോൺഗ്രസ് കൊടികളേന്തി മറ്റത്തൂരിൽ പ്രകടനം നടത്തി. KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് റോജി എം ജോൺ MLA വിമതരുമായി ചർച്ച നടത്തിയത്. മുൻ DCC ജനറൽ സെക്രട്ടറി TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അങ്കമാലിലെത്തിയാണ് ചർച്ച നടത്തിയത്. DCCയുടെ അച്ചടക്ക നടപടി നിലനിൽക്കെയാണ് KPCCയുടെ സമാന്തര ഇടപെടൽ. റോജി എം ജോണുമായി നടത്തിയ ചർച്ച തൃപ്തികരമാണെന്നും KPCC തീരുമാനം വരുന്നതുവരെ രാജിവെക്കില്ലെന്നും വിമത നേതാവ് TN ചന്ദ്രൻ പറഞ്ഞു. മറ്റത്തൂരിലേത് ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് പ്രതികരിച്ചു. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 8 പേർക്കും ലഭിച്ച വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ്. അങ്ങനെ കിട്ടിയ വോട്ടുമായി മറ്റൊരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടാൻ പാടില്ലാത്തതായിരുന്നു. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി ലഭിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈത്താരമാണ് പരാതി നൽകിയത്. അതിനിടെ DCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് മറ്റത്തൂരിൽ വിമതപക്ഷം പ്രകടനം നടത്തി. ചൊവ്വന്നൂരിലെ കോൺഗ്രസ് SDP സഖ്യത്തിൽ DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ചുമതലകൾക്ക് മുന്നോട്ട് പോകാൻ ചുമതലകൾ ഉണ്ടെന്ന് പറയാനുള്ള എണ്ണം ഇന്നേ വരെ യോഗത്തിന് വിളിച്ചിട്ടില്ല. ഏത് DCC പിന്നെ എങ്ങനെ ചുമതലകളുണ്ട്? ഞാൻ എന്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകും. മറ്റത്തൂരിൽ BJPയുമായി സഖ്യത്തിലേർപ്പെട്ട വാർഡ് മെമ്പർമാരെ അയോഗ്യരാക്കാനുള്ള നടപടി തൃശൂർ DCC ഊർജിതമാക്കി. 24 തൃശൂർ. ബഹിരാകാശത്ത് ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ കൽപ്പന ചൗളയുടെ കുടുംബം ഇപ്പോൾ കണ്ണൂരിലുണ്ട്. കണ്ണൂർ ഉളിക്കലിലെ അഭിജിത്തിന്റെ വീട്ടിലാണ് കൽപ്പനയുടെ അമ്മയും സഹോദരിമാരും അതിഥികളായി എത്തിയത്. കൽപ്പന ചൗളയുടെ അമ്മയും സഹോദരിമാരും ആദ്യമായി ഒരു മലയാള മാധ്യമത്തിന് മുന്നിൽ മനസ്സ് തുറക്കുകയാണ്. ആ സംസാരത്തിൽ കൽപ്പനയുടെ കുട്ടിക്കാലമുണ്ട്, വളർച്ചയുടെ വഴികളുണ്ട്, പിന്നെ ഒരിക്കലും ഉണങ്ങാത്ത കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തത്തിന്റെ മുറിപ്പാടുകളുമുണ്ട്. ലോകത്തിന് കൽപ്പന ഒരു ബഹിരാകാശ സഞ്ചാരിയാണെങ്കിൽ അമ്മ സഞ്ജോതി ചൗളയ്ക്കും സഹോദരിമാരായ സുനിതയ്ക്കും ദീപയ്ക്കും അവൾ ഇന്നും കൊച്ചു പരിഭവങ്ങളും സ്വപ്നങ്ങളുമുള്ള പ്രിയപ്പെട്ട മോണ്ടുവാണ്. ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പനയ്ക്ക് ബഹിരാകാശത്തേക്കുള്ള ദൂരം ഒട്ടും എളുപ്പമായിരുന്നില്ല. പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങാൻ മടിച്ച കാലത്ത് ആകാശത്തേക്ക് കണ്ണുനട്ട കൽപ്പനയുടെ വാശിയായിരുന്നു ആ യാത്രയുടെ കരുത്ത്. किसी को पता ही नहीं है कि वो क्या करना चाह रही है और क्या करने गई है. ये तो पढ़ी लिखी है, इनको तो पता होएगा. मुझे तो बिल्कुल नहीं पता, ये बात मुझे नहीं पता. लेकिन मैंने उसको बोला तू जो भी करेगी अच्छा ही करेगी, तो जो भी करना चाहती कर, मैं तेरे साथ हूँ. കൽപ്പനയുടെ ഉള്ളിലെ ആ പോരാട്ട വീര്യം അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. വിഭജനകാലത്ത് ലാഹോറിൽ നിന്ന് ഒരു തീവണ്ടിയിൽ കയറി ഇന്ത്യയിലെത്തിയ ചരിത്രമാണ് ഈ അമ്മയുടേത്. കഷ്ടപ്പാടുകൾക്കിടയിലും മക്കളുടെ സ്വപ്നങ്ങൾക്ക് അവർ വളമായി. കൽപ്പനയുടെ ഓരോ വളർച്ചയും പഠനവും ഈ സഹോദരിമാർക്കും ഇന്നും ആവേശമാണ്. She was only doing that. She was a very, very lively, jolly and what do you say, a bright person. പക്ഷേ 2003 ഫെബ്രുവരിയിലെ ആ കറുത്ത ദിനം ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു. കൊളംബിയ തകർന്ന് കൽപ്പന യാത്രയായ നിമിഷം കുടുംബത്തിന് ഇന്നും ഒരു വിങ്ങലാണ്. We were sitting and watching live. We were there. There's certain things you can never ever put in words. Certain things you can't recover when you can't put it in words.
കൽപ്പനയുടെ കുടുംബം കേരളത്തിൽ വന്നതിന് പിന്നിൽ അഭിജിത്ത് എന്ന എയ്റോസ്പേസ് എഞ്ചിനീയറുടെ വർഷങ്ങൾ നീണ്ട സമർപ്പണമുണ്ട്. കൊളംബിയ ദുരന്തത്തെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ കൽപ്പനയുടെ ഭർത്താവ് ജീൻ പിയർ ഹാരിസണുമായി തുടങ്ങിയ സൗഹൃദം പിന്നീട് കൽപ്പനയുടെ കുടുംബത്തിലേക്കും പടർന്നു. കൽപ്പന ഉപയോഗിച്ച സാധനങ്ങൾ വെച്ച് അഭിജിത്ത് തന്റെ വീട്ടിൽ ഒരു ചെറിയ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. കൽപ്പന ചൗള ആസ് എ പേഴ്സൺ ഒരു സ്പേസ് ആസ്ട്രോനോട്ടിനേക്കാളും കൂടുതലാണ്. ഷീ ലവ്സ് മോർ ദ നേച്ചർ. അവർ വലിയ എക്സ്പേർട്ട് ബേർഡ് വാച്ചറാണ്, സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ എക്സ്പേർട്ടാണ്, ഭരതനാട്യം ചെയ്യുമായിരുന്നു പഠിച്ചിട്ട്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ആക്ച്വലി ദാറ്റ് ഹെൽപ്ഡ് ഫോർ ഹെർ ആസ്ട്രോനോട്ട് സെലക്ഷൻ. ആകാശത്തോളം വളർന്ന കൽപ്പനയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഈ മലയാളി വീടിന്റെ ഉമ്മറത്ത് സ്നേഹത്തിന്റെ മണമാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കണ്ണൂരിൽ ചിലവഴിച്ച ശേഷം കൽപ്പനയുടെ കുടുംബം ഡൽഹിയിലേക്ക് തിരികെ പോകും. നക്ഷത്രങ്ങളിലേക്ക് മറഞ്ഞുപോയ കൽപ്പന ചൗള ഇന്നും ഈ കുടുംബത്തിലൂടെയും അഭിജിത്തിനെ പോലുള്ള ശാസ്ത്ര വിദ്യാർത്ഥികളിലൂടെയും ജീവിക്കുന്നു. കണ്ണൂരിൽ നിന്നും കിരൺ കൃഷ്ണയ്ക്കൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.